ഇടയിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ ഇത് കേൾക്കണം. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഞാനൊരു കാര്യം നിങ്ങൾ കേരള മുഖ്യമന്ത്രി ഇത്രയും നാൾ കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്, ഒരുപാട് മുഖ്യ ആൾക്കാരുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതാരും അനുകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ അനുകരിക്കണം എന്നാണ് എൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് ബാറുകളുണ്ട്. ഈ ബാറുകളിലെല്ലാം ആൾക്കാർ വന്ന് വെള്ളം അടിക്കാറുണ്ട്, ഇല്ലേ? ആൾക്കാർ വന്ന് വെള്ളം അടിച്ച് മുണയാറുണ്ട്. അവിടെ ഇരുന്ന് സാധനം മേടിക്കുക, അവിടെ ഇരുന്ന് അടിക്കുക, ഒഴിച്ചു കൊടുക്കുക, അടിക്കുക. പക്ഷേ നമ്മുടെ കേരള സർക്കാരിൻ്റെ ബിവറേജ് കോർപ്പറേഷനിൽ മാത്രം മദ്യം വാങ്ങുക, വീട്ടിൽ കൊണ്ടുപോയി അടിക്കുക. ഈ പരിപാടി അങ്ങ് ഒഴിവാക്കുക. ആ ബിവറേജ് കോർപ്പറേഷനിൽ ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു ടേബിളോ 2 ടേബിളോ 5 ടേബിളോ ഒരു റൂം എടുത്തിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് അവർക്കും കൂടെ ഇരുന്ന് അടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കേരളത്തിലെ ബാറുകൾ എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആൾക്കാരാണ് ബാറുകൾ നടത്തുന്നത്, അവരുടെ കച്ചവടം കുറയും, നമുക്ക് കേരള സർക്കാരിന് കച്ചവടം കൂടും. അപ്പം കേരളത്തിലെ ബിവറേജ് കോർപ്പറേഷനിലും കൂടി ഇരുന്നടിക്കാനുള്ള സൗകര്യം കേരള സർക്കാർ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കേരള സർക്കാരിന് വീണ്ടും ഖജനാവിൽ വീഴും. മനസ്സിലായോ? അപ്പം ബാർ മുതലാളിമാർക്ക് ഒരുപാട് പൈസകൾ അവരുടെ ഖജനാവിൽ വീഴുന്നുണ്ട്. അതുപോലെ കേരള സർക്കാരിനും ഖജനാവിൽ വീഴും. ബാർ മുതലാളികളുടെ കീശയിൽ കുറച്ച് പൈസ വീഴത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാറിൽ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ, നോർമലായിട്ട് ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കുക, അടിക്കുക, അവിടെ ഇരുന്ന് അടിക്കുക, ഡബിൾ പൈസയാണ്. അതുപോലെ എന്തുകൊണ്ട് കേരള ബിവറേജ് കോർപ്പറേഷൻ ചെയ്തുകൂടാ? ഇരുന്നടിക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ചെയ്തുകൂടാ? കേരള സർക്കാരിന് ചെയ്തുകൂടാ? അല്ലാതെ കള്ള് കുടിക്കാനും ബിവറേജ് ഓപ്പൺ ആക്കാനും എത്രയോ സർക്കാർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്നടിക്കാനുള്ള സംവിധാനം കൂടെ കേരള സർക്കാരിന് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി നമുക്ക് കേരളത്തെ മാറ്റാം. ബാറുകളുടെ ബിസിനസ് കുറയും, കേരളത്തിൽ സർക്കാരിന് ഒരുപാട് പണം കിട്ടും. ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇത് വി.ഡി. സതീശൻ സാർ കേൾക്കണം, കേട്ടേ പറ്റത്തുള്ളൂ. വി.ഡി. സതീശൻ സാർ കേട്ടില്ലെങ്കിൽ നമ്മുടെ രമേശ് സാറായാലും കേൾക്കണം, ആരായാലും കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ബുദ്ധി എൻ്റെ മനസ്സിൽ ഇന്നലെ തോന്നിയതാണ്. നിങ്ങൾ കേൾക്കുക കേട്ടോ. കാരണം ഇപ്പം കേരളത്തിന് ഖജനാവിൽ പൈസ ഇല്ല, കുറവാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുക. ബിവറേജ് കോർപ്പറേഷൻ ഒരുപാടുണ്ട് കേരളത്തിൽ. ഇവിടെ എല്ലാവരും കൂടെ ഒരു കൊച്ചു മുറിയും കൂടെ എടുത്തിട്ട് അവിടെ ഇരുന്ന് അടിക്കട്ടെ, അടിച്ച് മുണയട്ടെ. അപ്പോഴത്തേക്ക് ബാറിൽ പോകുന്നതിനെക്കാട്ടി ലാഭം കേരളത്തിൽ കിട്ടും, ബിവറേജ് കോർപ്പറേഷന് കിട്ടും. മറക്കല്ല്, കിട്ടും. അപ്പം വി.ഡി. സതീശൻ സാറ് ഇത് കേൾക്കണം. എന്നിട്ട് ഇങ്ങനൊരു അവസരം നമ്മുടെ കേരളത്തിൽ ചെയ്തേ പറ്റൂ. മുത്തേ സീനാണല്ലെങ്കിൽ